ഗുഡ് മോർണിംഗ്. ഇന്ന് അങ്ങോർക്ക് ഇത്തിരി നേരത്തെ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. 8:30 ആകുമ്പോഴത്തേനും ഓഫീസിലെത്തണം. എന്തോ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അന്നൊന്നും എല്ലാ പണികളും ഉണ്ടായിരുന്നു. ചോറും വെക്കണം, കൂട്ടാൻ വെക്കണം, ഒക്കെ വെക്കണ്ടായിരുന്നു. അപ്പോൾ വേഗം അരി അടുപ്പത്തിട്ടു. അപ്പോൾ ഇന്നലെ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ കറി വെച്ചിട്ടുണ്ട്. എനിക്കറിയായിരുന്നു മീൻ മേടിച്ചത് മിക്ക ദിവസങ്ങളിൽ ഞാൻ കൊണ്ടുവരണം അന്ന് തന്നെ വെക്കില്ല, അല്ലെങ്കിൽ രാവിലെ ആയിട്ട് നേരം വൈകില്ലെന്ന് വെച്ചിട്ട്. സംഭവം നന്നാക്കിയിട്ടൊക്കെ ആട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കുറച്ചൊന്ന് ക്ലീൻ ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഉള്ളി ഇതൊക്കെ ഇന്നലെ തന്നെ പൊളിച്ച് വെച്ച് വേഗം അത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തു. എന്നിട്ട് മീൻ കറി വെക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇഞ്ചമ്പുളി ഇരിക്കണേ. അപ്പോൾ അത് വേഗം മാറ്റി അതൊക്കെ കഴുകി ചിയാസിഡൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പിന്നെ മീൻ നന്നാക്കി തിന്നു. എനിക്കറിയാൻ പാടില്ല, ഞാൻ ആങ്ങി ഓങ്ങി നിന്നിട്ടാണോ എനിക്കറിയാണ്ടാണോ എന്നറിയില്ല, മീനൊക്കെ നന്നാക്കി വന്നപ്പോഴത്തേനും ഒരു നേരമായിട്ടാണ്. അതേപോലെ കഴുകാൻ നിന്നാൽ പറയും വേണ്ട, എന്തോരം കഴുകിയാലും വൃത്തിയായോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ നിൽക്കും. എന്നിട്ട് മീൻ കഴുകിയ വെള്ളം ഞാൻ മിളകിൻ്റെ ചോട്ടിൽ കൊണ്ട് ഒഴിക്കാറുണ്ട്. അത് കൈയോടെ കൊണ്ടുപോയി ഒഴിച്ചു. പിന്നെ ഉപ്പിട്ടൊക്കെ തിരുമ്പി ഒരു കണക്കിന് കഴുകി വാരിയൊക്കെ എടുത്തു. അപ്പോഴത്തേന് സമയം നല്ലോണം വൈകിട്ടാണ്. എന്നിട്ട് പിന്നെ വേഗം കറി അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അത് ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴത്തേനും തക്കാളി അരച്ച് വെച്ചു. അതേപോലെ തന്നെ മീൻ ഇങ്ങനെ വരഞ്ഞും വെച്ചു. എന്നിട്ട് പിന്നെ കുടംപുളിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച്, തക്കാളി ഇട്ടാൽ ഞാൻ കുടംപുളി ഇടാറുണ്ട്. അതൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് മീൻ വാരി തിളയ്ക്കണ ടൈമിൽ ഞാൻ പോയിട്ട് മീൻ വറുക്കണയിൽ ഉപ്പും മുളകൊക്കെ തിരുമ്പാൻ വെച്ചിട്ടാണ്. അപ്പം ഞാൻ അതിൽ ഇത്തിരി വിനാഗിരി ഒഴിക്കാറുണ്ട്. അത് ഒഴിച്ചാൽ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങൂര് പറഞ്ഞിട്ട് ഒഴിക്കുന്നത്. പിന്നെ അതിപ്പോൾ സ്ഥിരമായി എല്ലാ ദിവസവും ഒഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിച്ച് ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ചു. പിന്നെ മീനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പോയിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച് രാവിലത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി. അപ്പോൾ ദോശ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വേറെ മീൻ കറി കൂട്ടി കഴിക്കാനില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇന്നലെ പഴം വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നീട് അതിൻ്റെ റെസിപ്പി വീഡിയോ. അപ്പോൾ പഴം വരട്ടി വെച്ചിട്ട് അത് ജാം പോലെ തേച്ച് റോൾ ചെയ്ത് അങ്ങനെ വെച്ചു. അപ്പോൾ അത് രാവിലെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മീൻ കറിയിൽ തേങ്ങാപ്പാലൊക്കെ ചിരകി ഒഴിച്ചു. തേങ്ങ ചിരകി പാലൊക്കെ ഒഴിച്ചിട്ടാ. അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് ഇട്ടിട്ടുണ്ട്. ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഇന്ന് എന്താണോ 100 കയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഓടി നടക്കണ്ടേ, സമയമാണെങ്കിൽ വിട്ടടിച്ച് പോവായിരുന്നു. എന്നിട്ട് പിന്നെ വേഗം മീൻ വറുക്കാൻ വെച്ചു. ചോറ് ഇട്ടിൻ്റെ ഇടയിൽ കൂടെ ചിയാസീഡ് കുടിച്ചു. ശരിക്കും പറഞ്ഞത് പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചിട്ടില്ല, പക്ഷെ സമയം എന്തിൻ്റെ വഴിക്ക് പോയിട്ടാ. വെറുതെ ആ മീൻ കറി പിന്നെ 2 ഉണക്കമീൻ വറുത്തുണ്ടായിരുന്നു, അതും കയ്പ്പിക്കാച്ചാറും വെച്ചു. രാവിലത്തേക്ക് പിന്നെ ആ ദോശ ഉണ്ടാക്കി ഒരു കാപ്പി തിളപ്പിച്ച് വെച്ചത്. അങ്ങനെ വെറുതെ ചാറൊന്നും ഇല്ലാണ്ട് കഴിക്കില്ല. അപ്പോൾ പിന്നെ ഒരു കാപ്പിയും തിളപ്പിച്ച് അതും കൂട്ടി കഴിച്ചു. പക്ഷേ ഇന്ന് പോയ പോക്കേ സമയം എനിക്കറിയാൻ പാടില്ല എൻ്റെ ദൈവമേ.